അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പൊതുഖജനാവ് ധൂർത്തടിക്കപ്പെട്ടാൽ ഇത് നിങ്ങൾ നന്നായിട്ട് കേൾക്കേണ്ട വിഷയമാ. ഇതിന്റെ ഇടയിലാരും നിങ്ങൾ അലോസരായി പോകരുത്. ഇതിന്റെ ഇടയിലാണ് നമുക്ക് നമ്മുടെ പ്രവാചകനെ കണ്ടെത്തേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വിശ്വാസികളുടെ പ്രജകളുടെ സ്വത്ത് മുഴുവനും ഏൽപ്പിക്കപ്പെട്ടിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പൊതുഖജനാവ് ധൂർത്തടിക്കപ്പെട്ടാൽ, സഹോദരങ്ങളെ, ലോകം കണ്ട ഏറ്റവും വലിയ കുംഭകോണം നമ്മുടെ നാട്ടിൽ നടന്നപ്പോ 1,75,000 കോടി രൂപ ഒരൊറ്റ കുംഭകോണത്തിലൂടെ, ഒരൊറ്റ അഴിമതിയിലൂടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് 1,75,000 കോടി രൂപയാ. ഒരൊറ്റ അഴിമതിയിലൂടെ കിട്ടിയ പൈസ എങ്ങാനും 100 രൂപയുടെ ഒറ്റ നോട്ടുകളാക്കി നിരത്തിവെച്ച ആ ഒരൊറ്റ അഴിമതിയിലൂടെ കിട്ടിയ, കുംഭകോണത്തിലൂടെ കിട്ടിയ, അഴിമതിയിലൂടെ കിട്ടിയ 1,75,000 കോടി രൂപ 100 രൂപയുടെ ഓരോ നോട്ടുകളായിട്ട് റോഡിലൂടെ നിരത്തിവെച്ചാൽ 1,76,000 കിലോമീറ്റർ വരെ അതിന് ദൂരം വരുമെങ്കിൽ ആ ഒരൊറ്റ അഴിമതിയിൽ കിട്ടിയ പൈസ മുഴുവനും 100ന്റെ കെട്ടുകളാക്കിയിട്ട് അടുക്കി വെച്ച അതിന് ഏതാണ്ട് 276 കിലോമീറ്റർ അകലം വരെ നീളം വരുമെങ്കിൽ ഒരൊറ്റ കുംഭകോണത്തിൽ കിട്ടിയ പൈസ 100ന്റെ കെട്ടുകളാക്കി അടുക്കി വെച്ചിട്ട് അതിന്റെ ആദ്യത്തെ അറ്റം കൊല്ലത്ത് വെച്ചാൽ അതിന്റെ മറ്റേറ്റം 276 കിലോമീറ്റർ അകലം പാലക്കാട് വരെ എത്തുമെങ്കിൽ ആ ഒരൊറ്റ കുംഭകോണത്തിലൂടെ കിട്ടിയ പൈസ ഈ നമ്മുടെ നാട്ടിലെ, ഇന്ത്യ രാജ്യത്തിലെ ഏതാണ്ട് 160 കോടിയോളം വരുന്ന പാവങ്ങൾക്കെങ്ങാനും വീതിച്ചു കൊടുത്താൽ ഓരോ ഇന്ത്യക്കാരനും 1,113 രൂപ വരെ കിട്ടുമെങ്കിൽ ആ പൈസ കേരളത്തിലെ 3 കോടി ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്താൽ ഓരോ കേരളീയനും 50,823 രൂപ വെച്ച് കിട്ടുമെങ്കിൽ ആ പൈസ കൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ പാവപ്പെട്ടവർ തീരുമാനിച്ച 3 വർഷവും 2 മാസവും അരി കൊടുക്കാൻ ആ പൈസ തികയുമെങ്കിൽ ഒരൊറ്റ അഴിമതിയുടെ കഥയാ ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പൊതുഖജനാവ് ധൂർത്തടിക്കപ്പെട്ട ഒരധികാരം കയ്യിലോട്ട് കിട്ടിയാൽ സർവ്വതും മുടിച്ചിട്ടിറങ്ങിപ്പോകുന്ന ഭരണാധികാരികൾ